കഴിഞ്ഞ 10 വർഷം ഓണക്കിറ്റിൽ കശുവണ്ടി ഉൾപ്പെടുത്തി ആ മേഖലയെ ഒന്ന് കൈപിടിച്ചുയർത്താൻ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുണ്ടായിരുന്നു. എന്നാൽ വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ഓണത്തിന് തന്നെ അവരെ തഴയുകയാണ് രാജ്കുമാർ. ആ കശുവണ്ടി പരിപ്പ് പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണോ സംസ്ഥാന സർക്കാർ? 2021-ലും 2022-ലും 88 ലക്ഷവും 96 ലക്ഷം കിറ്റുകൾ, അതാ പ്രത്യേകിച്ച് കോവിഡ് ആ സമയം പ്രളയം അതിന് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് ഇത്രയേറെ കിറ്റുകളാണ് നമുക്ക് ഈ കേരളത്തിലെ റേഷൻ കടകൾ വഴി കുടുംബങ്ങൾക്ക് 86 ലക്ഷം കുടുംബങ്ങൾക്കും പിന്നീട് 2022-ൽ 96 ലക്ഷം കുടുംബങ്ങൾക്കും നൽകിയത്. അന്നും ഈ കശുവണ്ടി പരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് 2023 മുതൽ 2026 വരെ 6 ലക്ഷം കിറ്റുകൾ വീതമാണ് ഒരു വർഷം ഈ BPL കുടുംബങ്ങൾക്ക് നൽകിയത്. അതിലും ഈ കശുവണ്ടി പരിപ്പ് ഉൾപ്പെടുത്തിയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ 50 ഗ്രാമിന്റെ കശുവണ്ടി പരിപ്പാണ് ഒരു കിറ്റിലുള്ളത്. പക്ഷേ അത് ഇത്രയേറെ പരിപ്പ് 970 ടൺ, ഏതാണ്ട് 1000 ടണ്ണോളം കശുവണ്ടി പരിപ്പ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി കശുവണ്ടി തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമായിരുന്നു അതിന്റെ പിന്നിൽ. എന്തായാലും ഇത് ഉൾപ്പെടെയുള്ള എല്ലാം ചെയ്യുമ്പോൾ അണ്ടിപ്പരിപ്പ് ഉൾപ്പെടെ ഇതിനെല്ലാം ആവശ്യവുമാണ്. പക്ഷേ അത് ഈ പൊതുമേഖലയിൽ നിന്ന് വാങ്ങിയത് ആ തൊഴിലാളികളുടെ ജോലി സുരക്ഷയ്ക്ക് വേണ്ടിയും അവരെ ചേർത്ത് നിർത്തുന്ന പരമ്പരാഗത തൊഴിലാളികളെ ഒരു തൊഴിലാളി സർക്കാർ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയായിരുന്നു. പക്ഷേ ഇക്കുറി വന്നത് മുതലാളിത്ത സർക്കാരാണ്, വലതുപക്ഷ സർക്കാരാണ്. വി ഡി സതീശൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോടൊന്നും ഒരു താല്പര്യക്കുറവുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അവർ കശുവണ്ടി മേഖലയെ പാടെ ആ കിറ്റിൽ നിന്ന് അവഗണിച്ചത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാധാരണക്കാരായ മനുഷ്യരല്ലേ, അവരുടെ തൊഴിൽ ദിനം ഉറപ്പാക്കിക്കൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം സർക്കാരിനുള്ളതല്ലേ? എന്തിന്റെ പേരിലാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്? കാരണം ഇപ്പോൾ രാജ്കുമാർ പറഞ്ഞതുപോലെ കശുവണ്ടി മേഖല എന്ന് പറയുന്നത് ഒരു കാലത്ത് വല്ലാതെ തകർന്നു പോയതായിരുന്നു. പക്ഷേ LDF സർക്കാരാണ് പൂട്ടിപ്പോയ ഫാക്ടറികൾ തുറന്നും അവർക്ക് തൊഴിൽ ദിനങ്ങൾ ഉറപ്പിച്ചും ആ മനുഷ്യരെ തിരികെ കൊണ്ടുവന്നത്. വീണ്ടും അവർ ഇരുണ്ട കാലത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണോ? നമുക്കിത് കാണുമ്പോൾ അങ്ങനെയല്ലേ തോന്നുന്നത്. ഇനിയിപ്പോൾ ഫാക്ടറികളൊക്കെ ഏതാണ്ട് ഇപ്പോൾ പീലിംഗ് മാത്രമേ, ഗ്രേഡിംഗ് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. മറ്റ് ഫാക്ടറികൾ തൊഴിലാളികൾക്ക് എവിടെയും തൊഴിൽ കാലത്ത് ഇനി ബോണസിന്റെ ചർച്ച കൂടി നടക്കുകയാണ്. ബോണസ് കൂട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എല്ലാ തൊഴിലാളി സംഘടനകളുടെയും ചർച്ചയും നടക്കുന്നുണ്ട്. ഇതുവരെ തീരുമാനമായിട്ടില്ല.